ഹായ് ഫ്രണ്ട്സ്, 2023 കറണ്ട് അഫെയർ വസ്തുതകളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. PSC ബുള്ളറ്റിനിൽ പ്രസിദ്ധീകരിച്ച കറണ്ട് അഫെയർ വസ്തുതകളുടെ കണ്ടിന്യൂഷനാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. 20ഓളം മാർക്കിന് വരുന്ന LDC എക്സാമിന് കറണ്ട് അഫെയറിൽ നിന്ന് ചോദ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ വരാനിരിക്കുന്ന മത്സര പരീക്ഷകൾ കറണ്ട് അഫെയർ വളരെ അധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ കൃത്യമായിട്ട് കാണുക, നോട്ടുകൾ എഴുതുക. കറണ്ട് അഫെയറിന് കൂടാതെ സയൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ തന്നെ മുൻവർഷ ചോദ്യങ്ങൾ, SCRT ഇവിടെയൊക്കെ ക്ലാസ്സുകൾ ഈ ചാനലുണ്ട്. ആവശ്യക്കാർക്ക് ക്ലാസ്സുകൾ കണ്ട നോട്ടുകൾ എഴുതാം. ക്ലാസ്സിലേക്ക്. നീതി ആയോഗിൻ്റെ ദേശീയ ബഹുമുഖ ദാരിദ്ര്യ സൂചിക പ്രകാരം ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യ നിരക്കുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരളമാണ്. ദാരിദ്ര്യ നിരക്ക് ഏറ്റവും കൂടിയ സംസ്ഥാനം ബീഹാറാണ്. നീതി ആയോഗിൻ്റെ ദാരിദ്ര്യ സൂചിക പ്രകാരം ഇന്ത്യയിൽ ദാരിദ്ര്യമില്ലാത്ത ഏക ജില്ല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എറണാകുളം ജില്ലയാണ്. അപ്പോൾ 2023 ജൂലൈയിൽ നാഷണൽ ഹെൽത്ത് കെയർ അവാർഡിന് അർഹയായ കേരള സർക്കാർ പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കാസ്പ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ആകാശ നടപ്പാതയാണ് ശക്തൻ നഗർ, തൃശ്ശൂരിലെ ശക്തൻ നഗറാണ് ഏറ്റവും നീളം കൂടിയ ആകാശപാത. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാൻറ്റിലീവർ കണ്ണാടിപ്പാലം എവിടെയാണ്? വാഗമണിലാണ്. പറഞ്ഞ കാര്യങ്ങൾ. നീതി ആയോഗിൻ്റെ ദേശീയ ബഹുമുഖ ദാരിദ്ര്യ സൂചിക പ്രകാരം ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യം നിരക്കുള്ള സംസ്ഥാനം കേരളമാണ്. ദാരിദ്ര്യ നിരക്ക് ഏറ്റവും കൂടിയ സംസ്ഥാനം ബീഹാറാണ്. നീതി ആയോഗിൻ്റെ ദാരിദ്ര്യ സൂചിക പ്രകാരം ഇന്ത്യയിൽ ദാരിദ്ര്യമില്ലാത്ത ഏക ജില്ല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എറണാകുളമാണ്. 2023 ജൂലൈയിൽ നാഷണൽ ഹെൽത്ത് കെയർ അവാർഡിന് അർഹമായ കേരള സർക്കാർ പദ്ധതിയാണ് കേരള ആരോഗ്യ സുരക്ഷാ പദ്ധതി, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. അതാണ് കാസ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞൊരു 10ാം ക്ലാസ് മെയിൻസ് എക്സാമിന്. കാസ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. അതിനാണ് 2023 ജൂലൈയിൽ നാഷണൽ ഹെൽത്ത് കെയർ അവാർഡിന് അർഹമായ കേരള സർക്കാർ പദ്ധതി. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ആകാശപാത നടപ്പാത ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശക്തൻ നഗർ, തൃശ്ശൂർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാൻറ്റിലീവർ കണ്ണാടിപ്പാലം വാഗമൺ. ഓർത്തിരിക്കുക. കേരള പോലീസ് ആരംഭിച്ച ദൈനംദിന സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ആണ് ഇത്തിരി നേരം ഒത്തിരി നേരം. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അത് ചക്കിട്ടപ്പാറ. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക് സ്ഥിതി ചെയ്യുന്ന എവിടെ ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ വനിതാ ഇന്റർനാഷണൽ ചെസ് മാസ്റ്റർ ഡോക്ടർ നിമ്മി എം ജോർജ് ആണ്. കേരള സർക്കാർ ലോട്ടറിയുടെ ഭാഗ്യമുദ്രയാണ് പച്ചക്കുതിര. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പ്രതിദിന വേതനം എത്ര ചോദിച്ചു കഴിഞ്ഞാൽ 333 രൂപയാണ്. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ പ്രതിദിന വേതനം എന്ന് പറയുന്നത്. കേരളത്തിലെ ആദ്യ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്ന എവിടെ ചോദിച്ചു കഴിഞ്ഞാൽ അത് പാളയം, തിരുവനന്തപുരം പാളയം. പറഞ്ഞ കാര്യങ്ങൾ. കേരള പോലീസ് ആരംഭിച്ച ദൈനംദിന സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ്റെ പേര് ഒത്തിരി നേരം. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് ചക്കിട്ടപ്പാറ. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക് സ്ഥിതി ചെയ്യുന്ന എവിടെ ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരമാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ വനിതാ ഇന്റർനാഷണൽ ചെസ് മാസ്റ്റർ ഡോക്ടർ നിമ്മി എം ജോർജ് ആണ്. കേരള സർക്കാർ ലോട്ടറിയുടെ ഭാഗ്യമുദ്രയാണ് പച്ചക്കുതിര. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ വേതനം എത്രയെന്ന് ചോദിച്ചാൽ പ്രതിദിന വേതനം 333 രൂപയാണ്. കേരളത്തിലെ ആദ്യ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് പാളയം, തിരുവനന്തപുരമാണ്. ഓർത്തിരിക്കുക. അടുത്തത് എന്താണ്? ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ കണ്ടെത്താൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തിയ ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ ഫോഴ്സ്കോസ്. എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ കണ്ടെത്താൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഫോഴ്സ്കോസ്. അടുത്തിടെ കേരളത്തിൽ നിലവിൽ വന്ന അന്തർദേശീയ കയാക്കിംഗ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്ന എവിടെ ചോദിച്ചു കഴിഞ്ഞാൽ പുലിക്കയമാണ്. കോഴിക്കോട് പുലിക്കയത്താണ് അടുത്തിടെ നിലവിൽ വന്ന അന്തർദേശീയ കയാക്കിംഗ് സെൻറ്റർ, പുലിക്കയം, കോഴിക്കോട്. അടുത്ത ഡ്രോൺ പറത്തുന്നതിൽ കേന്ദ്ര സർക്കാർ വ്യോമഗതാഗത നിയന്ത്രണ ഏജൻസിയായ DGCAയുടെ ലൈസൻസ് നേടിയ കേരളത്തിലെ ആദ്യ വനിതയാണ് റിൻഷ പട്ടക്കലാണ്. ഡ്രോൺ പറത്തുന്നതിന് കേന്ദ്ര സർക്കാരിൻ്റെ വ്യോമഗതാഗത നിയന്ത്രണ ഏജൻസിയായ DGCAയുടെ ലൈസൻസ് നേടിയ കേരളത്തിലെ ആദ്യ വനിത റിൻഷ പട്ടക്കൽ. 43,000 അടി ഉയരത്തിൽ നിന്ന് സ്കൈ ഡൈവിംഗ് നടത്തിയ ലോക റെക്കോർഡ് നേടിയ മലയാളിയാണ് ജിതിൻ വിജയനാണ്. 43,000 അടി ഉയരത്തിൽ നിന്ന് സ്കൈ ഡൈവിംഗ് നടത്തി ലോക റെക്കോർഡ് നേടിയ മലയാളിയാണ് ജിതിൻ വിജയൻ എന്ന് പറയുന്നത്. തീരദേശവാസികളായ യുവാക്കൾക്ക് മികച്ച നൈപുണ്യ പരിശീലനം നൽകി ജോലി ലഭ്യമാകുന്ന കുടുംബശ്രീ മുഖേന നടപ്പാക്കുന്ന പദ്ധതിയാണ് സാഗർമാല എന്ന് പറയുന്നത്. അപ്പോൾ തീരദേശവാസികളായ യുവാക്കൾക്ക് മികച്ച നൈപുണ്യ പരിശീലനം നൽകി ജോലി ലഭ്യമാക്കുന്ന കുടുംബശ്രീ മുഖേന നടപ്പാക്കുന്ന പദ്ധതിയാണ് സാഗർമാല.
പട്ടികജാതി വിഭാഗക്കാരുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സമുന്നതി എന്ന് പറയുന്നത്. പട്ടികജാതി വിഭാഗക്കാരുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സമുന്നതി. കേരളത്തിലെ അക്ഷയ കേന്ദ്രങ്ങളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഇ സേവ എന്ന് പറയുന്നത്. ഓപ്പറേഷൻ ഇ സേവ. കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂളുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ സ്റ്റെപ്പിനി എന്ന് പറയുന്നത്. പ്രകൃതി ദുരന്തങ്ങളെ നേരിടുന്നതിനെക്കുറിച്ച് കുടുംബശ്രീ ബാലസഭാംഗങ്ങൾക്ക് പരിശീലനം നൽകുന്നതിനായി കുടുംബശ്രീ നൽകിയ അല്ലെങ്കിൽ ആരംഭിച്ച പദ്ധതിയാണ് സജ്ജം എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക ഒന്നും കൂടി. ഡ്രോൺ പറത്തുന്നതിൽ കേന്ദ്ര സർക്കാർ വ്യോമഗതാഗത നിയന്ത്രണ ഏജൻസിയായ DGCAയുടെ ലൈസൻസ് നേടിയ കേരളത്തിലെ ആദ്യ വനിതയാണ് റിൻഷ പട്ടക്കൽ. 43,000 അടി ഉയരത്തിൽ നിന്ന് സ്കൈ ഡൈവിംഗ് നടത്തി ലോക റെക്കോർഡ് നേടിയ മലയാളിയാണ് ജിതിൻ വിജയൻ എന്ന് പറയുന്നത്. തീരദേശവാസികളായ യുവതികൾക്ക് മികച്ച നൈപുണ്യ പരിശീലനം നൽകിയ ജോലി ലഭ്യമാകുന്ന കുടുംബശ്രീ മുഖേന നടപ്പാക്കുന്ന പദ്ധതിയാണ് സാഗർമാല എന്ന് പറയുന്നത്. പട്ടികജാതി വിഭാഗക്കാരുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സമുന്നതി എന്ന് പറയുന്നത്. കേരളത്തിലെ അക്ഷയ കേന്ദ്രങ്ങളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഇ സേവ എന്ന് പറയുന്നത്. എവിടെയാണ്? കേരളത്തിലെ അക്ഷയ കേന്ദ്രങ്ങളിൽ വിജിലൻസ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ ഇ സേവ. കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂളുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന ഓപ്പറേഷൻ സ്റ്റെപ്പിനി എന്ന് പറയുന്നത്. പ്രകൃതി ദുരന്തങ്ങളെ നേരിടുന്നതിനെക്കുറിച്ച് കുടുംബശ്രീ ബാലസഭാംഗങ്ങൾക്ക് പരിശീലനം നടക്കുന്ന കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് സജ്ജം എന്ന് പറയുന്നത്. ഒക്കെ ചോദ്യങ്ങൾ വരും, ഓർത്തിരിക്കുക. പ്രധാനമന്ത്രി സൻസദ് ആദർശ് ഗ്രാമ യോജന പദ്ധതി പ്രകാരം PT ഉഷ MP തെരഞ്ഞെടുത്ത ആദ്യ പഞ്ചായത്താണ് പള്ളിക്കത്തോട്, കോട്ടയം. കായൽ എക്കോ ടൂറിസം പദ്ധതി നിലവിൽ വരുന്നത് എവിടെ ചോദിച്ചു കഴിഞ്ഞാൽ അത് വിഴിഞ്ഞമാണ്. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി നീന്തൽ പഠിപ്പിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ബീറ്റ്സ് എന്ന് പറയുന്ന ചോദ്യം വരും, ഓർത്തിരിക്കുക. 2023 സുന്ദർബൻ ചലച്ചിത്രോത്സവത്തിൽ 4 പുരസ്കാരങ്ങൾ നേടിയ മലയാള ചലച്ചിത്രം ഏതാ ചോദിച്ചാൽ എഴുത്തോലയാണ്. സംവിധാനം സുരേഷ് കൃഷ്ണൻ, അല്ലെങ്കിൽ സംഗീത സംവിധാനം മോഹൻ സിത്താരയാണ്. കേരളത്തിൽ അതിഥി തൊഴിലാളികൾക്ക് സംസ്ഥാനത്ത് നിന്ന് റേഷൻ വാങ്ങുന്നതിന് അവസരം നൽകുന്ന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ പദ്ധതിയാണ് റേഷൻ റൈറ്റ് കാർഡ് പദ്ധതി. അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷന് വേണ്ടി സംസ്ഥാന തൊഴിൽ വകുപ്പ് പുറത്തിറക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് അതിഥി ആപ്പ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം. പ്രധാനമന്ത്രി സൻസദ് ആദർശ് ഗ്രാമ യോജന പദ്ധതി പ്രകാരം PT ഉഷ MP തെരഞ്ഞെടുത്ത ആദ്യ പഞ്ചായത്താണ് പള്ളിക്കത്തോട് പഞ്ചായത്ത്, കോട്ടയം ജില്ല. കായൽ എക്കോ ടൂറിസം പദ്ധതി നിലവിൽ വരുന്നത് എവിടെ ചോദിച്ചാൽ വിഴിഞ്ഞമാണ്. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി നീന്തൽ പഠിപ്പിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ബീറ്റ്സ് എന്ന് പറയുന്നത്. 2023 സുന്ദർബൻ ചലച്ചിത്രോത്സവത്തിൽ 4 പുരസ്കാരങ്ങൾ നേടിയ മലയാള ചലച്ചിത്രമാണ് എഴുത്തോല എന്ന് പറയുന്നതിൻ്റെ സംവിധായകൻ സുരേഷ് കൃഷ്ണനാണ്. സംഗീത സംവിധാനം നടത്തിയത് മോഹൻ സിത്താരയാണ്. കേരളത്തിൽ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾക്ക് സംസ്ഥാനത്ത് നിന്ന് റേഷൻ വാങ്ങുന്നതിന് അവസരം നൽകുന്ന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ പദ്ധതിയാണ് റേഷൻ റൈറ്റ് കാർഡ് പദ്ധതി എന്ന് പറയുന്നത്. അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷന് വേണ്ടി സംസ്ഥാന തൊഴിൽ വകുപ്പ് പുറത്തിറക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് അതിഥി ആപ്പ് എന്ന് പറയുന്നത്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അനവധി പ്ലേലിസ്റ്റുകളുണ്ട്, ആവശ്യക്കാർക്ക് കണ്ട് നോട്ടുകൾ എഴുതാം. വരുന്ന എല്ലാ എക്സാമിനും ഉപകാരപ്പെടുന്ന രീതിയിലാണ് ക്ലാസ്സുകൾ തയ്യാറാക്കിയിട്ടുള്ളത്. അടുത്ത വാർദ്ധക്യ സഹജമായ ജീവിതശൈലി രോഗങ്ങളെയും ക്യാൻസർ, ഹൃദ്രോഗം, പ്രമേഹം തുടങ്ങിയ സാംക്രമിക രോഗങ്ങളെയും സാംക്രമികേതര രോഗങ്ങളെയും നേരിടാൻ സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയായ കേരള ഹെൽത്ത് സിസ്റ്റംസ് ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാമിന് സഹായം നൽകുന്നത് ആരാചോദിച്ചാൽ അത് ലോകബാങ്കാണ്. സംസ്ഥാനത്ത് 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും ഗർഭിണികൾക്കുമുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മിഷൻ ഇന്ദ്രധനുഷ്. അതുപോലെ തന്നെ പ്രസവം ശേഷം അമ്മയെയും കുഞ്ഞിനെയും സൗജന്യമായി വാഹനത്തിൽ വീട്ടിലെത്തിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് മാതൃയാനം. അപ്പോൾ വാർദ്ധക്യ സഹജമായ ജീവിതശൈലി രോഗങ്ങളെയും ക്യാൻസർ, ഹൃദ്രോഗം, പ്രമേഹം തുടങ്ങിയ സാംക്രമികേതര രോഗങ്ങളെയും നേരിടാൻ സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയായ കേരള ഹെൽത്ത് സിസ്റ്റം ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാമിന് സഹായം നൽകുന്നത് ലോകബാങ്കാണ്. സംസ്ഥാനത്തെ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും ഗർഭിണികൾക്കുമുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മിഷൻ ഇന്ദ്രധനുഷ് എന്ന് പറയുന്നത്. പ്രസവശേഷം കുട്ടിയെയും അമ്മയെയും സൗജന്യ വാഹനത്തിൽ വീട്ടിലെത്തിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് മാതൃയാനം എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക. ഇലക്ട്രോണിക് വാഹന ഉൽപ്പാദന രംഗത്ത് വൻ മാറ്റങ്ങൾ സഹായകരമായ ലിഥിയം ടൈറ്റനേറ്റ് ബാറ്ററിയുടെ പ്രോട്ടോടൈപ്പ് തദ്ദേശീയമായി വികസിച്ച സംസ്ഥാനം ഏതാ ചോദിച്ചാൽ അത് കേരളമാണ്. സംസ്ഥാനത്തെ എക്സൈസ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന ഓപ്പറേഷൻ കോക്ടൈൽ. അപ്പോൾ ഈ വിജിലൻസിൻ്റെ ഒരുപാട് ഓപ്പറേഷനുകൾ നമ്മൾ നോക്കി കഴിഞ്ഞ ഈ ക്ലാസ്സിലൊക്കെ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. കേരളത്തിലെ എക്സൈസ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ കോക്ടൈൽ. 2023-24 വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയുടെ കൊല്ലമാണ്, കണ്ണൂരാണ് ജേതാക്കൾ, നമുക്കറിയാം. 2023-24 വർഷത്തെ കായികമേളയ്ക്ക് വേദിയായ ജില്ലയാണ് തൃശ്ശൂർ ജില്ല. അപ്പോൾ ഇലക്ട്രോണിക് വാഹന ഉൽപ്പാദന രംഗത്തെ മാറ്റങ്ങൾക്ക് സഹായകരമായ ലിഥിയം ടൈറ്റനേറ്റ് ബാറ്ററിയുടെ പ്രോട്ടോടൈപ്പ് തദ്ദേശീയമായി വികസിച്ച സംസ്ഥാനം ഏതാണ്? കേരളമാണ്. സംസ്ഥാനത്തെ എക്സൈസ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ കോക്ടൈൽ എന്ന് പറയുന്നത്. 2023-24 വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയുടെ കൊല്ലമാണ്. 2023-24 വർഷത്തെ സ്കൂൾ കായികമേളയുടെ വേദിയുടെ ഏതാണ്? തൃശ്ശൂർ ജില്ലയാണ്. കേരളീയം എന്ന് പറയുന്നത് എന്താണ്?
കേരളീയം 2021 ലോഗോ രൂപകൽപ്പന ചെയ്തത് കേരളത്തിൻ്റെ ലോഗോ എന്ന് പറയുന്നതാണ്. ഓക്കെ, കേരളത്തിൻ്റെ 24 ഭൂപടങ്ങൾ ചേർത്ത് വെച്ചാണ് ലോഗോ. അത് സൃഷ്ടിച്ചതാണ് ബോസ് കൃഷ്ണമാചാരി. അപ്പോൾ കേരളീയം ഓക്കെ 2023 ലോഗോ രൂപകൽപ്പന ചെയ്തത് ആരാണ്? ബോസ് കൃഷ്ണമാചാരിയാണ്. കേരളത്തിൻ്റെ 24 ഭൂപടങ്ങൾ ചേർത്ത് വെച്ചാണ് ലോഗോ സൃഷ്ടിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ചിത്രം. അപ്പോൾ കേരളീയം എന്താ എന്നുള്ളത് ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഓക്കെ, തകഴി ചെറുകഥാ പുരസ്കാരത്തിന് അർഹമായ പെലയും അതുപോലെ തന്നെ പെലയും മറഡോണയും സ്വർഗത്തിൽ പന്ത് തട്ടുമ്പോൾ എന്ന ചെറുകഥ രചിച്ചത് ആരാ ചോദിച്ചാൽ അത് സുധീർ കുമാർ. തകഴി ചെറുകഥാ പുരസ്കാരത്തിന് അർഹമായ പെലയും മറഡോണയും സ്വർഗത്തിൽ പന്ത് തട്ടുമ്പോൾ എന്ന ചെറുകഥ രചിച്ചത് സുധീർ കുമാറാണ്. തീപിടുത്തമുണ്ടായ ബ്രഹ്മപുരം പ്ലാന്റ് ഏത് ജില്ലയിലാണ് ചോദിച്ചാൽ അത് എറണാകുളം ജില്ലയിലാണ്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീ അണയ്ക്കുന്നതിനായി അഗ്നി രക്ഷാസേന നടത്തിയ ദൗത്യമാണ് മിഷൻ സേഫ് ബ്രത്ത് എന്ന് പറയുന്നത്. മികച്ച ശിശു സൗഹൃദ പഞ്ചായത്ത് ഏതാ ചോദിച്ചാൽ ചെറുതന, ആലപ്പുഴ. ഒന്നുകൂടി പറയാം. കേരളീയം 2023 ലോഗോ രൂപകൽപ്പന ചെയ്ത ആരാണ്? അത് ബോസ് കൃഷ്ണമാചാരിയാണ്. കേരളത്തിൻ്റെ 24 ഭൂപടങ്ങൾ ചേർത്ത് വെച്ചാണ് ലോഗോ സൃഷ്ടിച്ചിരിക്കുന്നത്. തകഴി ചെറുകഥാസ് പുരസ്കാരത്തിന് അർഹമായ പെലയും മറഡോണയും സ്വർഗത്തിൽ പന്ത് തട്ടുമ്പോൾ എന്ന ചെറുകഥ രചിച്ചത് സുധീർ കുമാറാണ്. തീപിടുത്തമുണ്ടായ ബ്രഹ്മപുരം പ്ലാന്റ് ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എറണാകുളം ജില്ലയാണ്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീ അണയ്ക്കുന്നതിനായി അഗ്നി രക്ഷാസേന നടത്തിയ ദൗത്യമാണ് മിഷൻ സേഫ് ബ്രത്ത്. മികച്ച ശിശു സൗഹൃദ പഞ്ചായത്ത് ചെറുതന, ആലപ്പുഴ. ഓർത്തിരിക്കുക. അടുത്തത് തിരുവനന്തപുരം പാങ്ങോട്. ഓക്കെ, തിരുവനന്തപുരം പാങ്ങോട് വേദിയായ ഫ്രഞ്ചെക്സ് 2023 സംയുക്ത സൈനിക അഭ്യാസം ഏതൊക്കെ? എന്താണ് ഫ്രിഞ്ചെക്സ് 23 സംയുക്ത സൈനിക അഭ്യാസം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? ഇന്ത്യ അതുപോലെ തന്നെ പിന്നെ ഏതാണ്? ഇന്ത്യയും അതുപോലെ തന്നെ ഫ്രാൻസും. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് എന്ത്? ഫ്രിഞ്ചെക്സ് എന്ന് പറയുന്നത്. ഇന്ത്യ ഫ്രാൻസ്. ടി പത്മനാഭൻ്റെ സിനിമയാക്കിയ ആദ്യ കഥയാണ് പ്രകാശം പരത്തുന്ന പെൺകുട്ടി. സംവിധാനം ജയരാജാണ്. പ്രസിഡന്റ് കളർ ബഹുമതി നേടിയ ഇന്ത്യൻ നാവികസേനയുടെ പ്രീമിയർ ഗണ്ണറി സ്കൂൾ ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ അത് INS ദ്രോണാചാര്യ കൊച്ചിയാണ്. നദികളുടെ സംരക്ഷണത്തിനായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം ആവിഷ്കരിച്ച പദ്ധതി ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള നദി ഏതാണ്? പെരിയാറാണ്. ഇന്ത്യയിലെ ആദ്യ സൗരോർജ്ജ ക്രൂസർ ഏതാ ചോദിച്ചാൽ അത് ഇന്ദ്രയാണ്. ഇന്ത്യയിലെ ആദ്യ സൗരോർജ്ജ ക്രൂയിസർ ഏതാ ചോദിച്ചാൽ ഇന്ദ്രയാണ്. കേരളത്തിലെ ആദ്യ സൗരോർജ്ജ വിനോദസഞ്ചാര ബോട്ട് ഏതാ? സൂര്യാംശു. കേരള അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡ് അവാർഡ് നേടിയത് ഏതാ? ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂരാണ്. കേന്ദ്ര സർക്കാരിൻ്റെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡ് അവാർഡ് നേടിയത് ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂർ. 25 വർഷം പൂർത്തിയാക്കിയ കുടുംബശ്രീയുടെ ചരിത്രം എഴുതുന്ന പരിപാടിയുടെ പേരാണ് രചന. വനഭൂമിയിൽ താമസിക്കുന്ന ആദിവാസി ഇതര വിഭാഗങ്ങളെ പുനരധിവസിക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് നവകീരണം എന്ന് പറയുന്നത്. കേരളത്തിലെ അംഗൻവാടികളെ ഊർജ്ജ സ്വയം പര്യാപ്തമാക്കുന്ന ആരംഭിക്കുന്ന പദ്ധതിയാണ് അംഗൻ ജ്യോതി എന്ന് പറയുന്നത്. സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് ട്രാൻസ്ജെൻഡേഴ്സിനായി സംഘടിപ്പിച്ച തൊഴിൽ പരിശീലന പരിപാടിയാണ് മാരിവില്ല എന്ന് പറയുന്നത്. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ഫോഴ്സ് കേരള പോലീസിൻ്റെ മാർഗ്ഗനിർദ്ദേശത്തോടെ നിർമ്മിച്ച ഹ്രസ്വചിത്രമാണ് കുട്ടി യോദ്ധാവ്. സംവിധാനം കലന്തൻ ബഷീർ. ഒന്നും കൂടി പറയാം. തിരുവനന്തപുരം പാങ്ങോട് വേദിയായ ഫ്രിഞ്ചെക്സ് 23 സംയുക്ത സൈനിക അഭ്യാസം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്? ഇന്ത്യ ഫ്രാൻസ് തമ്മിലാണ് ഫ്രിഞ്ചെക്സ് 2023. എവിടെയാണ്? തിരുവനന്തപുരം പാങ്ങോടാണ് ഇത് നടന്നത്. അടുത്തത് ഇന്ത്യ ഫ്രാൻസാണ് ഈ ഫ്രിഞ്ചെക്സിൽ പങ്കെടുത്തത്. ടി പത്മനാഭൻ്റെ സിനിമയാക്കിയ ആദ്യ കഥ ഏതാണ്? ടി പത്മനാഭൻ്റെ സിനിമയാക്കിയ ആദ്യ കഥ പ്രകാശം പരത്തുന്ന പെൺകുട്ടി. സംവിധാനം ജയരാജ്. പ്രസിഡൻസ് കളർ ബഹുമതി നേടിയ ഇന്ത്യൻ നാവികസേനയുടെ പ്രീമിയർ ഗണ്ണറി സ്കൂൾ ഏതാണ്? INS ദ്രോണാചാര്യ കൊച്ചി. നദികളുടെ സംരക്ഷണത്തിനായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം ആവിഷ്കരിച്ച പദ്ധതികൾ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള നദി ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ അത് പെരിയാറാണ്. ഇന്ത്യയിലെ ആദ്യ സൗരോർജ്ജ ക്രൂയിസർ ഏതാണ്? ഇന്ദ്രയാണ്. ഇന്ദ്ര. കേരളത്തിലെ ആദ്യ സൗരോർജ്ജ വിനോദസഞ്ചാര ബോട്ട് ഏതാണ്? സൂര്യാംശു. കേന്ദ്ര സർക്കാരിൻ്റെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡ് അവാർഡ് നേടിയത് ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂരാണ്. 25 വർഷം പൂർത്തിയാക്കിയ കുടുംബശ്രീയുടെ ചരിത്രം എഴുതുന്ന പരിപാടിയുടെ പേര് ഏതാണ്? രചന. വനഭൂമിയിൽ താമസിക്കുന്ന ആദിവാസി ഇതര വിഭാഗങ്ങളെ പുനരുദ്ധരിപ്പിക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് നവകിരണം എന്ന് പറയുന്നത്. കേരളത്തിലെ അംഗൻവാടികളെ ഊർജ്ജ സ്വയം പര്യാപ്തമാക്കുന്നതിന് ആരംഭിക്കുന്ന പദ്ധതിയാണ് അംഗൻ ജ്യോതി എന്ന് പറയുന്നത്. സംസ്ഥാന യുവജനക്ഷേമ ബോർഡിൻ്റെ ട്രാൻസ്ജെൻഡേഴ്സിനായി സംഘടിപ്പിച്ച തൊഴിൽ പരിശീലന പരിപാടിയാണ് മാരിവില്ല എന്ന് പറയുന്നത്. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ഫോഴ്സ് കേരള പോലീസിന് മാർഗ്ഗനിർദ്ദേശത്തോടെ നിർമ്മിച്ച ഹ്രസ്വചിത്രമാണ് കുട്ടി യോദ്ധാവ്. സംവിധാനം കലന്തൻ ബഷീർ. അപ്പോൾ നമ്മൾ 2023 നടന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർ വസ്തുതകളാണ് നോക്കിയത്. ഇതിൻ്റെ തൊട്ടടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ നമുക്ക് കേൾക്കാം. അപ്പോൾ ആദ്യമായിട്ട് ആ ചാനൽ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്